നോർവേയിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് വീണ്ടും ജയം. പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സഖ്യം 169 സീറ്റുകളിൽ 87 സീറ്റുകളിൽ ഭൂരിപക്ഷം നേടി. വലതുപക്ഷ കൂട്ടായ്മയ്ക്ക് 82 സീറ്റുകളാണ് ലഭിച്ചത്. വോട്ടെണ്ണൽ 99% പിന്നിട്ടതോടെയാണ് പ്രധാനമന്ത്രി നേരിട്ട് തങ്ങൾ ജയിച്ചെന്ന് അവകാശപ്പെട്ട് ജനത്തെ അഭിസംബോധന ചെയ്തത്. പ്രധാനമായും ആഭ്യന്തര വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു 56 ലക്ഷം പേർ മാത്രമുള്ള രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്നത്. യുഎസിന്റെ പുതിയ സാമ്പത്തിക നയങ്ങളും യുക്രൈൻ യുദ്ധവും ചർച്ചയായി. കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള പ്രോഗ്രസ് പാർട്ടി യുവാക്കൾക്കിടയിൽ നിന്ന് വലിയ പിന്തുണ നേടി. മുൻപത്തേക്കാൾ ഇരട്ടി വോട്ട് നേടിയ അവർക്ക് 24% വോട്ടാണ് ലഭിച്ചത്. ഇതോടെ ഇവർ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി. അതേസമയം മുൻ പ്രധാനമന്ത്രി എർണ സോർബർഗിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പിലൂടെയുണ്ടായത്. 20 വർഷത്തിനിടയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച കൺസർവേറ്റീവ് പാർട്ടിക്ക് 14.6% വോട്ടാണ് നേടാനായത്. യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്ത എന്നാൽ നാറ്റോ അംഗത്വമുള്ള നോർവേ റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന വികസിത രാജ്യമാണ്. സ്കാൻഡിനേവിയൻ രാജ്യത്ത് ഏകദേശം 4.3 ദശലക്ഷം ആളുകളാണ് വോട്ട് ചെയ്യുവാൻ യോഗ്യരായിരുന്നത്. ജോനാസ് ഗഹർ സ്റ്റോറിന്റെ ലേബർ പാർട്ടിക്ക് പാർലമെന്റിൽ സെന്റർ പാർട്ടി, ഗ്രീൻ സോഷ്യലിസ്റ്റ് ലെഫ്റ്റ്, കമ്മ്യൂണിസ്റ്റ് റെഡ് പാർട്ടി എന്നിവയുടെ പിന്തുണയുമുണ്ട്. എങ്കിലും എണ്ണഖനനം, യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം, ഇസ്രായേലിൽ നിന്ന് സോവറിൻ വെൽത്ത് ഫണ്ട് പിൻവലിക്കണം തുടങ്ങിയ വിഷയങ്ങളിൽ ഈ പാർട്ടികൾക്കിടയിൽ ഭിന്ന നിലപാടുകളുണ്ട്. അതേസമയം പിന്തുണച്ച എല്ലാവർക്കും ജോനാസ് ഗഹർ നന്ദിയും അറിയിച്ചിരുന്നു. യൂറോപ്പിൽ വലതുപക്ഷ ശക്തികൾ ഉയർന്നുവരുമ്പോൾ പോലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുവാൻ കഴിയുമെന്ന് ഈ വിജയം തെളിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിലെ ആഭ്യന്തര കലഹങ്ങൾ, അഴിമതികൾ, അധികാരത്തിൽ തുടരുവാനുള്ള നേതൃത്വ അട്ടിമറി ശ്രമം എന്നിവ അതിജീവിച്ചാണ് സോയറിന്റെ രണ്ടാം ഊഴമെന്നതും പ്രത്യേകതയാണ്. പണപ്പെരുപ്പം, പലിശ നിരക്കുകൾ ഉയരൽ, നികുതി വെട്ടിപ്പ്, വെളിപ്പെടുത്താത്ത ഓഹരി ഇടപാടുകൾ എന്നിവയെ തുടർന്ന് മന്ത്രിമാർ രാജിവെച്ചിരുന്നു. ഇത്തരത്തിൽ പ്രക്ഷുബ്ധമായ വർഷങ്ങളെയാണ് അധികാരത്തിലിരിക്കെ അദ്ദേഹത്തിന്റെ ലേബർ പാർട്ടി അഭിമുഖീകരിച്ചത്.